ഉത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നവീനാണെങ്കിൽ നമ്മൾ അനന്തപുരി തറവാടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരെയൊക്കെ കാണാൻ വേണ്ടി അനന്തപുരി തറവാടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ നവ്യയുടെ ഫ്രണ്ടും കൂടെ ആണല്ലോ നമ്മൾ നവീന്. അങ്ങനെ നവീനെ അവിടെ വന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കണ്ട് എല്ലാവരും നിൽക്കുന്ന സമയത്താണെങ്കിൽ അങ്ങോട്ടാണെങ്കിലും നമ്മൾ ആ നവ്യയും അബിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അബിയാണെങ്കിൽ പറയുന്നുണ്ട്, നവീനാണല്ലേ, എനിക്ക് നവ്യ പറഞ്ഞ് എനിക്കറിയാം, പിന്നെ മുത്തശ്ശൻ്റെ ഒറ്റ സുഹൃത്തിൻ്റെ കൊച്ചുമോനാണ് എന്നും പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ അനിയുടെ ഫ്രണ്ടാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അറിയാമെന്നൊക്കെ ഇങ്ങനെ നമ്മൾ അബിയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അബി പറയുന്നുണ്ട്, പിന്നെ നവീൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പറയാം, അനാമികയുടെ കേസൊക്കെ ഏറ്റെടുക്കുന്നതൊക്കെ നല്ല കാര്യം, പക്ഷേ അവർ ഗാർഹിക പീഡനം എന്തൊക്കെ പറഞ്ഞില്ലേ കേസ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ അങ്ങനെ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തൂങ്ങാനല്ലാതെ വേറൊരു വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അവർ ചോദിക്കുന്ന പൈസ കൊടുത്ത് ആ കേസ് ഒത്തുതീർപ്പാക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ ഇങ്ങനെ അബി ഇങ്ങനെ പറയുകയാണ്. കേൾക്കുമ്പോഴാണെങ്കിലും നമ്മളെ നവീനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവീനാണെങ്കിൽ നവ്യടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത് നിൻ്റെ ഭർത്താവ് തന്നെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അബി വീട്ടിൽ ഉള്ള ആൾ തന്നെ അല്ലേ, കാര്യം വെച്ചാൽ നവ്യ ആണെങ്കിൽ ഇത്രയും ഈ കേസിന് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു കാൽഭാഗം പോലും അബി ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം നവീനാണെങ്കിൽ അബിയെടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല തനിക്ക് എന്താ ഇത്രയ്ക്ക് ടെൻഷൻ, ഞാൻ ഈ കേസ് ഏറ്റെടുത്ത് നടത്തുന്നതിൽ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അപ്പോൾ താൻ ഈ കേസിനകത്ത് എന്തെങ്കിലും ഊരാക്കുടുക്കുകൾ എന്തെങ്കിലും താൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അബി പറയുന്നുണ്ട്, ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനെന്ത് ചെയ്യാനാ, ഞാനൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനല്ലെങ്കിലും അനന്തപുരിക്കാരെ സംരക്ഷിക്കാനല്ലേ ഞാൻ നോക്കത്തുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അല്ല ഞാൻ അനാമികയ്ക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല അവൾ ചെയ്തതെന്ന് വെച്ചാൽ എന്തുവാ, അപ്പോൾ അനാമികയുടെ ഭർത്താവാണല്ലോ അനിയാണെങ്കിൽ വേറൊരു പെണ്ണിൻ്റെ പിറക്കെ ഇങ്ങനെ പ്രേമിച്ചൊക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ ഏത് പെണ്ണുങ്ങളാണ് സഹിക്കുന്നത്, ഒരു പെണ്ണുങ്ങളും സഹിക്കത്തില്ലല്ലോ, അപ്പോൾ ആ ഒരു കാര്യമല്ലേ അവളും ചെയ്തിട്ടുള്ളൂ, അല്ലാതെ അവളും വേറൊരു കാര്യങ്ങളൊന്നും അവളും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ആ നവ്യ പറയുന്നുണ്ട്, എന്താ അഭി നീ എന്തൊക്കെ കാര്യങ്ങളായി വിളിച്ച് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. ചെയ്തത് ശരിയാണോ, വെറുതെ ഒന്നിനും പോകാത്ത പാവം പിടിച്ച മുത്തശ്ശിയുടെ പേർക്കുകാർ അവളെ കേസ് കൊടുത്തിട്ടില്ലേ, അപ്പോൾ അതിന് അവൾക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നവീനാണെങ്കിൽ പറയുന്നുണ്ട്, അല്ല എനിക്ക് ഇവനെ ഒരു സംശയമുണ്ട്, ഇതിൻ്റെ പിറക്കെ ഇവനും ഉണ്ടെന്നുള്ള കാര്യത്തിന് എനിക്കും കുറച്ച് ഉറപ്പായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഇവൻ എന്നെ ഇതിൽ നിന്ന് വിലക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലല്ലോ എന്നൊക്കെ പറയുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല നീ അനാമികയുടെ പിറക്കെ നീ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ നവീനാണെങ്കിൽ അബിയെടുത്ത് ചോദിക്കുന്നുണ്ട്. നമ്മൾ അബിയുടെ സംസാരമൊക്കെ കേട്ടിട്ട് നമ്മൾ നവീനാണെങ്കിൽ അബിയെടുത്ത് ചെറിയൊരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ നവീൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ഈ കേസിൻ്റെ പിറക്കെ നമ്മൾ അബിക്ക് ഒരു പങ്കുണ്ടെന്നൊക്കെ നമ്മളെ നവീന് തോന്നും കേട്ടോ. പിന്നാണെങ്കിൽ നമ്മൾ നവീനാണെങ്കിൽ നവ്യെടുത്ത് നമ്മൾ ആദർശൻ്റെ കാര്യം മറ്റേ നമ്മളെ കൊച്ചിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ നവീൻ പറയുന്നുണ്ട്, അല്ല നീ എൻ്റെ അടുത്ത് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല, മൊത്തത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊക്കെ വെച്ച് നോക്കുന്ന സമയത്താണെങ്കിൽ ആദർശേട്ടനാണെങ്കിൽ തെറ്റ് ചെയ്യാനാണെങ്കിൽ ഒരു ചാൻസും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ആദർശേട്ടൻ സ്വയം ആ തെറ്റ് ഏറ്റെടുത്തതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നവീനാണെങ്കിൽ നവ്യടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ ഭർത്താവിൻ്റെ സംസാരവും പെരുമാറ്റത്തിലും എനിക്ക് അങ്ങോട്ട് നിൻ്റെ ഭർത്താവിന് എത്ര അങ്ങോട്ട് തൃപ്തി ആയിട്ടില്ല, എന്തായാലും നിൻ്റെ ഭർത്താവിനെ ഞാനൊരു നോട്ടം ഇട്ടൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ നവീനാണെങ്കിൽ ഇവിടുത്താണെങ്കിലും നവീൻ പറയുന്നുണ്ട്, എന്തായാലും നീ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഈ അബിയുടെ അമ്മയൊക്കെ നിന്നെ ഒരുപാട് ദ്രോഹിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നവീനാണെങ്കിൽ അങ്ങ് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അബിക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്, കാര്യം വെച്ചാൽ ഇനി അനാമികയും അബിയും കൂടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ ഉള്ള എല്ലാവരും അറിയുമോ, അത് കണക്കിന് ചന്തുമോള കാര്യങ്ങളൊക്കെ നവീനാണെങ്കിൽ ഇതിനകത്ത് വലിച്ചിടുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ അബിക്കാണെങ്കിൽ നല്ലതുപോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ശേഷമാണെങ്കിലും നമ്മൾ നവീനാണെങ്കിലും വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് അബിയെക്കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ നവീൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് അബി നവീൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം മുത്തശ്ശൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നവീനാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മുത്തശ്ശ എനിക്കാണെങ്കിൽ ഈ അബിയുടെ പെരുമാറ്റത്തിൽ എനിക്ക് അങ്ങോട്ട് തൃപ്തി ആയിട്ടില്ല, അബിയും ഇതിനകത്തൊക്കെ ഒരു പങ്കുണ്ടോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട്, അപ്പം മോനിക്ക് അങ്ങനെ ഒരു ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്തായാലും അതൊന്ന് ശ്രദ്ധിച്ചേക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ നവീൻ പറയുന്നുണ്ട്, എന്തായാലും അനാമികയുടെ പിറക്കെ അബി നടക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള കാര്യം എനിക്കൊരു ഡൗട്ടുണ്ട്, എന്തായാലും അനാമികയും അബിയെയൊക്കെ ഒന്ന് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ എന്തായാലും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം, എന്തായാലും അവൻ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെയും ഇതിനകത്ത് കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അനന്തപുരി തറവാട്ടിൽ നിന്നിട്ട് തന്നെ അവരെ ചതിക്കാൻ വേണ്ടി നോക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അങ്ങനെ അവനെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇതാണെങ്കിൽ നമ്മളെ നവീൻ പറയുന്നുണ്ട്, ആ മുത്തശ്ശ ഞാൻ അവനെ എന്തായാലും ഒരു നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്, അവൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് അന്വേഷിക്കണം,
അല്ലാതെ അവൻ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനിക്കുള്ള നല്ല പണി ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കുടുംബത്തിൽ കയറി നിന്നിട്ട് അവരെ കൂടെ താമസിച്ചിട്ട് അവരെ ചതിക്കുന്നത് അത്ര ശരിയല്ലല്ലോ എന്നൊക്കെ നമ്മളെ നവീൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ നവീനാണെങ്കിൽ നവ്യയെടുത്ത് വിളിച്ചിട്ട് ഒരു സൂചനയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നവ്യയാണെങ്കിൽ അഭിയെടുത്ത് ചോദിക്കുന്നുണ്ട്, അഭി നീ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ, നീയും അനാമികയും കൂടെ ചേർന്നിട്ടാണോ ഇനി ഇതിനകത്ത് ഓരോ കളികൾ കളിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തും നവ്യ പറയുന്നുണ്ട്, എന്തായാലും നവീൻ ഇവിടെ വന്ന സമയത്ത് എന്തായാലും നീ അങ്ങനെയൊന്നും നവീൻ്റെ അടുത്ത് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.